ഇനി ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 11 വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തു. 4 കാർ ഷോറൂമുകൾ, 3 വീടുകൾ എന്നിങ്ങനെ 7 ഇടങ്ങളിലായാണ് പരിശോധന നടത്തിയത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും കസ്റ്റംസിന്റെ വ്യാപക പരിശോധനയാണ് ഉണ്ടായത്. ഒരേ സമയത്താണ് ഷോറൂമുകളിലും വീടുകളിലും പരിശോധന നടന്നത്. 7 ഇടങ്ങളിൽ നിന്നായി 11 വാഹനങ്ങൾ, അതായത് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന, നിയമം ലംഘിച്ച് കൊണ്ടുവന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 ഷോറൂമുകൾ, 3 വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നായാണ് ഇത്രയധികം വാഹനങ്ങൾ കസ്റ്റംസിന് പിടികൂടുവാൻ ഏതായാലും കഴിഞ്ഞിട്ടുള്ളത്. 6 സ്ഥലത്ത് പരിശോധന, സെർച്ച് വാറന്റുമായാണ് ഉദ്യോഗസ്ഥർ വന്നത്. ഷോറൂമുകളും വീടുകളും അടക്കം 7ാമതൊരു വാഹനം ഈ പരിശോധന നടത്തുന്നതിനിടെ സമീപത്ത് തന്നെ വെച്ച് കണ്ട് കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. കോഴിക്കോട് തൊണ്ടയാടുള്ള റോഡ്വേ എന്നുള്ള ഷോറൂമിലാണ് ആദ്യമേ പരിശോധന തുടങ്ങിയത്. അതായത് നഗരത്തിൽ തന്നെയുള്ള പ്രധാന യൂസ്ഡ് കാർ ഷോറൂമാണ്. ആഡംബര വാഹനങ്ങളുടെ വിൽപ്പന നടക്കുന്ന ഷോറൂമാണ്. BMW, പോർഷെ, ബെൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് പ്രധാനമായും ഇവിടെ വിൽപ്പന നടത്തുന്നത്. ഇവിടെയുള്ള ഒരു വാഹനത്തെ സംബന്ധിച്ച് വലിയ സംശയങ്ങളുണ്ടായിരുന്നു. തുടർന്ന് ഇതിൻ്റെ രേഖകൾ വിശദമായി ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്തു. നമ്മളിവിടെ ലക്ഷറി കാറുകളാണ് അധികം വെക്കുന്നത്. പോർഷെ, ബെൻലി, പിന്നെ വോൾവോ XC90. അപ്പോൾ അവർ വന്നു, അവർ 11:30 വന്നു, ഇങ്ങനെ സെർച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, അവർ സെർച്ച് ചെയ്തു, ഡോക്യുമെൻ്റ് ചോദിച്ചു, എല്ലാ ഡോക്യുമെൻ്റ് കൊടുത്തും ചെയ്തു. A to Z അവർ ചെക്ക് ചെയ്തു. അപ്പോൾ അതിലൊരു വണ്ടി മാത്രം അവർക്കൊരു ഇതായി തോന്നി, ഒരു പ്രാഡോ 2010 മോഡൽ. അപ്പോൾ ഞാൻ കുഴപ്പമില്ല സാർ, അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ഉണ്ട്. അതിൻ്റെ അടുത്ത ഡീലറെയും വിളിച്ചു കൊടുത്തു, എല്ലാവരും വിളിച്ചു, ഡോക്യുമെൻ്റ് കൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവർ കുഴപ്പമില്ല. എന്തായാലും കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കസ്റ്റംസ് ഇതുപോലെയുള്ള പരിശോധന നടത്തിയത്. പറഞ്ഞതുപോലെ 11 വാഹനങ്ങളാണ് ഇതിനകം തന്നെ പിടികൂടിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിശോധന പുരോഗമിച്ചു വരികയാണ്. ഈ 11 വാഹനങ്ങളും കസ്റ്റംസിന്റെ കരിപ്പൂർ എയർപോർട്ടിലെ ഓഫീസിലേക്ക്, യാർഡിലേക്കാണ് മാറ്റുക. അവിടെ നിന്നാണ് തുടർ നടപടികൾ ഉണ്ടാവുക എന്നുകൂടിയാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ പരിശോധനകൾ ഇനിയും തുടരും എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തായാലും 7 ഇടങ്ങളിൽ നിന്നാണ് 11 നിയമം ലംഘിച്ച് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത്.